സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാരുടെ ക്രിസ്മസ് എക്സാമിന് വന്ന 2 ചോദ്യങ്ങളാണ് എടുത്തേക്കുന്നത്. കുറെ ചോദ്യങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടിച്ചെന്നറിയാം. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് വരുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എങ്ങനെ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളത് പഠിക്കാൻ വേണ്ടി തന്നെയാണ് അവരെ ക്വസ്റ്റ്യൻ ഇടുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു മാറ്റം വരുന്നത്, അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു തന്നെ വരാൻ പാടുള്ളൂ, അത് വന്നെങ്കിൽ എനിക്ക് എളുപ്പമാകത്തുള്ളൂ, അത് വന്നെങ്കിൽ ഞാൻ എഴുതത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ മുൻപോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവർ ക്വസ്റ്റ്യൻസ് എഴുതാൻ നിങ്ങൾക്ക് മാറ്റി തന്നത്. നിങ്ങൾ അതിനെ പോസിറ്റീവ് സെൻസോടുകൂടി പഠിക്കുക. ഈ 2 ക്വസ്റ്റ്യൻസുകൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം നമ്മുടെ എക്സാമിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ. നമ്മുടെ പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്ലസ് വണ്ണിന്റെ റിവിഷൻ ക്ലാസ് ആണ്. വളരെ എളുപ്പത്തിൽ ഫുൾ മാർക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും തന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളും ചെയ്യുന്ന ട്രിക്സുകളെല്ലാം തന്നുള്ള ക്ലാസ് ആണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആകെ ഇത്രമേ ഉള്ളൂ, വേറെ ഒന്നുമേ ഇല്ല. ഓക്കെ, ഇത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അടയ്ക്കേണ്ട. ജോയിൻ ചെയ്യാൻ അപ്പൊ നമുക്ക് ഒന്നിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. സ്റ്റാർട്ട് ചെയ്യാം. Prove that cos 24 plus cos 55 plus cos 125 plus cos 104 plus cos 300 is equal to 1/2. അപ്പൊ നമുക്ക് ആദ്യം അങ്ങോട്ട് LHS എന്ന് എടുത്തെഴുതാം. cos 24 plus cos 55 plus cos 125 plus cos 204 plus cos 300. ഇവിടെ കൂട്ടിയാലോ കുറച്ചാലോ 180യോ 360യോ ഒക്കെ വരുന്നവരുണ്ടാവും. 180യോ 360 ഒക്കെ വരുന്നവരുണ്ട്, കൂട്ടിയാലോ കുറച്ചാലോ. നോക്കിക്കേ, ഈ ഇവിടെ 55, ഇവിടെ 125, ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 അല്ലേ വരുന്നത്. 55 പ്ലസ് 125 എന്ന് പറഞ്ഞാൽ ആൻസർ ആരാ? 180 കണ്ടോ. നെക്സ്റ്റ് 24, ഇത് 204. 204 നിന്ന് 24 പോയാൽ മൈനസ് ചെയ്താൽ 180 വരുന്നത് കണ്ടോ. ഇപ്പൊ ചിലത് കൂട്ടിയാൽ 180 വരും, ചിലത് കുറച്ചാൽ 180 വരും, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഇവരെ തമ്മിലാണ്. നമ്മൾ ഒരു ചെറിയ കോമ്പിനേഷൻ ആയിട്ട് എടുക്കേണ്ടത് ഇവരെ തമ്മിലാണ്. കണ്ടത് 55 125 ഇവരെ വെച്ച്. അപ്പൊ ഇവരെ തമ്മിൽ നമുക്ക് ചെയ്യാം. ഇവരെ തമ്മിൽ നമ്മൾ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. ഇതിൽ ഒരാളെ നമ്മൾ റിഡക്ഷൻ അപ്ലൈ ചെയ്യണം. ഈ 2 പേരിനുള്ളിൽ ഒരാൾ. ഇപ്പൊ ഇവരെ തമ്മിലാണ് കോമ്പിനേഷൻ. കണ്ടില്ലേ, 24 and 204 രണ്ട് നമ്മൾ കുറച്ചാൽ 180 കിട്ടും. അപ്പൊ ഇതിനുള്ളിൽ ഒരാളെ നമ്മൾ റിഡക്ഷൻ അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് 180 വരുന്ന പേർ ഇത് രണ്ടുമാണ്. അപ്പൊ ഇവിടെ ഒരാൾക്കും ഇവിടെയും നമ്മൾ റിഡക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആൻസറോട് എത്തിപ്പെടാം. ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഈ cos 24നെ അതേപോലെ തന്നെ എഴുതുന്നു. ഈ cos 204നെ ഒന്ന് മാറ്റുവാണ്. cos 204നെ cos 180 പ്ലസ് 24 എന്ന് എഴുതണം. 180 പ്ലസ് 24 എന്ന് പറഞ്ഞാൽ 204. ശരി, 180 24 കൂടിയാൽ 204 ആവും. പ്ലസ് cos 300 എന്ന് മാറ്റുന്നില്ല, ഇപ്പൊ മാറ്റുന്നില്ല, മാറ്റേണ്ടത് കേട്ടോ, അതവിടെ കിടക്കട്ടെ. ദാറ്റ് ഈസ്, ഞാൻ ഈ ഇടയ്ക്കത്തെ ടൈമിനെ ഒന്ന് മാറ്റാം, ഇപ്പൊ അതവിടെ കിടക്കട്ടെ. ദാറ്റ് ഈസ് cos 24 അതേപോലെ എഴുതി. ഇവിടെ cos 180 പ്ലസ് 24, നിങ്ങൾക്കറിയാം 180 ചേഞ്ച് ചെയ്തില്ല. 180ലും 360ലും cos ക്വസ്റ്റ്യൻ തുടങ്ങിയാൽ ആൻസറും cos തന്നെ ആയിരിക്കും. അപ്പൊ cos ഓഫ് 24 എന്ന് തന്നെ എഴുതി. ഇത് പക്ഷേ 180 പ്ലസ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. ഇൻ തേർഡ് ക്വാഡ്രന്റ് cos is നെഗറ്റീവ്. അപ്പോൾ cos 204 എന്ന് പറഞ്ഞാൽ മൈനസ് cos 24ന് ഈക്വൽ ആണ് എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ എന്തായി പോകോളും? ക്യാൻസൽ ആവും. അപ്പോൾ cos 24നെ മാറ്റാതെ എഴുതുക, cos 204നെ ചെയ്തു വരിക. ഓക്കെ, വേറെ 24നെ ചെയ്യാം, അതിനാൽ ഇത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഇവരെ തമ്മിൽ ഒരാളെ മാറ്റാം. ഇവരെ തമ്മിൽ ആരെ നമുക്ക് മാറ്റണം? cos 55നെ അവിടെ ഇട്ടേ വലിയ ഡിഗ്രിയെ മാറ്റാം. cos 125നെ cos 180 മൈനസ് 55 എന്ന് എഴുതാം. ശരിയല്ലേ? 180 നിന്നും 55 പോയാൽ 125 കിട്ടും. പക്ഷെ ഇതൊന്നും നമ്മുടെ ഒരു പുതിയ കുട്ടി ക്ലാസ്സിലോട്ട് എന്തെങ്കിലും നമുക്ക് ഓർക്കാൻ പറ്റുമോ? ഇവർ തമ്മിലുള്ള ഈ ബന്ധം ഞാൻ ഈ പറഞ്ഞത് 180 കൂട്ടിയാലോ കുറച്ചാലോ കിട്ടും എന്നൊക്കെയുള്ള നമുക്കൊന്നും തോന്നുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇതൊക്കെ എക്സ്പീരിയൻസ് കൂടെ പതുക്കെ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടില്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ഒരു പുതിയ ക്വസ്റ്റ്യൻ ഇടുന്നത്. ഇതൊക്കെ ഒന്ന് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടംപോലെ നമുക്ക് പുതുതായിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ തന്നേക്കുന്നു, അത് മാത്രം പരീക്ഷയ്ക്ക് വന്നു, അത് മാത്രം എഴുതുന്നു എന്നുള്ള രീതിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളില്ല എന്നുള്ളത് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ മാറ്റം വന്നിരുന്നത് കേട്ടോ. ഓക്കെ, ഈ cos 55നെ അതേപോലെ തന്നെ എഴുതി. cos 180 മൈനസ് 55, 180 ചേഞ്ച് ചെയ്തില്ലാത്തതുകൊണ്ട് cos ഓഫ് ആരെന്ന് എഴുതി 55 എഴുതി. പക്ഷെ 180 മൈനസ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് cos is നെഗറ്റീവ്. 180 മൈനസ് 180 മൈനസ് ഏത് ക്വാഡ്രന്റ് നോക്കിക്കേ?
ഇവിടം വരെ 90, ഇവിടം വരെ 180. അപ്പൊ 180 മൈനസ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റിൽ തന്നെ ഇരിക്കുക? സെക്കൻഡ് ക്വാഡ്രന്റിൽ തന്നെയാണ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ് കോസ് നെഗറ്റീവ് ആണ്, മൈനസ് കോസ് 50. അപ്പൊ ഇവര് തമ്മിൽ വെട്ടിപ്പോയി കണ്ടോ. അപ്പോൾ ഞാൻ രണ്ടുപേരെ ചേഞ്ച് ചെയ്തു, ഇവരെയും ചേഞ്ച് ചെയ്തപ്പോൾ ഇവര് തമ്മിൽ വെട്ടിപ്പോയി. ബാക്കി അവശേഷിക്കുന്നത് കോസ് ആരാണ്? 300 മാത്രം. കോസ് 300 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് 360 മൈനസ് 60 എന്ന് എഴുതാം. കോസ് 360 മൈനസ് 60 360 60 പോയാൽ 300. കോസ് 360 മൈനസ് 60 നമുക്ക് ഈക്വൽ ടു 360 ചേഞ്ച് ചെയ്യത്തില്ല. അപ്പൊ കോസ് ഓഫ് 60 എന്ന് നമുക്ക് എഴുതാം. റിഡക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആവാനെ, ബിക്കോസ് 360 മൈനസ് ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്. ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് കോസ് ഈസ് പോസിറ്റീവ്. A S T C, നാലാമത്തെ C പോസിറ്റീവ്. cos 60, what is cos 60? 1/2. That's all. Okay. ഇത്രമേ ഉള്ളൂ. പക്ഷേ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കണ്ടെങ്കിൽ ഒരാൾക്ക് പുതുതായിട്ട് പ്ലസ് വണ്ണോട് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ ഇതൊക്കെ അത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്തവർ കാണും, പക്ഷെ വളരെ കുറവായിരിക്കും ചെയ്തവരുടെ എണ്ണം. ചെയ്യാത്തവരുടെ എണ്ണം വളരെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ. The complex number z equal 1 minus I by 1 plus I lies in first second ക്വാഡ്രൻസുകളാണ്. അതൊരു x ആക്സ് y ആക്സ്. ഇത് എവിടെയാണ് ലൈ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഇയാളെ സിംപ്ലിഫൈ ചെയ്യണം. 1 minus I by 1 plus I എന്ന് വന്നാൽ താഴെ മണ്ടയ്ക്കും അതിന്റെ കോഞ്ചുഗേറ്റ് ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇത് ചെയ്യണം. ഡിനോമിനേറ്റർ is 1 plus I, കോഞ്ചുഗേറ്റ് is 1 minus I. താഴെ മണ്ടയ്ക്ക് 1 minus I കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ. That is equal to 1 minus I into 1 minus I, that is 1 minus I the whole square. 1 plus I into 1 minus I is a plus b into a minus b, a square minus b square, that is 1 square minus I square. Okay. A plus b, a minus b, a square minus b square, that is equal to 1 minus I the whole square is in the form of a minus b the whole square, a square minus 2ab plus b square by 1 square minus 2 into 1 into I plus I square. ഇതാണ് ന്യൂമറേറ്റർ കേട്ടോ. a square minus 2ab plus b square. Denominator is 1 square is 1 minus I square is minus 1. അപ്പൊ രണ്ട് മൈനസ് എങ്ങനെ വന്നതാ? ഈ മൈനസ് ഉള്ളത് എഴുതി I സ്ക്വയറിന്റെ വാല്യൂ എന്തുണ്ട് മോനെ? മൈനസ്. അങ്ങനെയാണ് ഒരു മൈനസ് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് പ്ലസ് ആയിക്കോളും. ദാറ്റ് ഈസ് 1 സ്ക്വയർ 1, 2 into 1 into I 2i, I square is minus 1. ഈ I square minus 1 ആവും, ഇതും ക്യാൻസൽ ആവും. ബൈ ആരുണ്ട്? 2 ഉണ്ട്. ആൻസർ മൈനസ് 2i by 2 ക്യാൻസൽ മൈനസ് I നമ്മൾ എഴുതുന്നത് 0 മൈനസ് I എന്നാണ്. ഓക്കെ. 0 മൈനസ് I, കാരണം ഇവിടെ റിയൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് 0 ചേർത്തു. 0 മൈനസ് I എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ 0, -1 ഇങ്ങനെയാണ് നമുക്ക് ആ പോയിന്റ് മാർക്ക്. 0, -1 എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസ് അല്ല? വൈ ആക്സിലാണ്. എക്സ് കോർഡിനേറ്റ് 0, 0യിൽ തുടങ്ങുന്ന എല്ലാം വൈ ആക്സിലാണ്. അപ്പൊ 0 ഇവിടെ എവിടെയും വരും 0, -1. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ വൈ ആക്സ് കേട്ടോ. ഇതിപ്പോ -1, 0 എന്നായിരുന്നെങ്കിൽ ഇതെന്തായാലും എക്സ് ആക്സിസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സാമിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ഇതൊക്കെ റിവിഷൻ ക്ലാസ് നമ്മുടെ പ്ലസ് 1 കുട്ടികൾക്ക് കൊടുത്തിരുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാവും. മീൻസ് ഇങ്ങനെയൊക്കെ ഏത് ക്വാർട്ടറിലാണ് ഒരു കോംപ്ലക്സ് നമ്പർ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത്. ഇതൊക്കെ ഇങ്ങനെ പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും പറയാനില്ല. പഴയ കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആദ്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നതെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ പക്ഷേ ആദ്യമായിട്ട് കാണുന്നു എന്നുള്ള മാത്രം ആ പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.